കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമോ എന്നൊക്കെ. അപ്പം ഇന്ന് അതായിട്ടാണ് വരുന്നത്. അപ്പം എന്താണെന്നല്ല, നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ വെറുതെ ഹൈപ്പൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടോ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ചെറിയ മിനി ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ട്രീൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്, ഡെക്കറേഷൻസ് ആണ് ബാക്കിയുള്ളത്. ഇവിടെ ഒരു സ്റ്റാറൊക്കെ വെക്കാനുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി തീർന്നിട്ടേ ഉള്ളൂ. വിചാരിച്ചു എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നേക്കാം. മെറ്റീരിയൽസ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി വാങ്ങി വെക്കാമല്ലോ. ഞാൻ ഫേസ് ചെയ്ത മേജർ പ്രശ്നം അതായിരുന്നു, മെറ്റീരിയൽ ഷോർട്ടേജ്. ഇന്ത്യയിൽ അധികം മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഈ ഗ്രീൻ കളർ ഈ പേപ്പർ തീർന്നു. മാക്സിമം ഉള്ളതൊക്കെ ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ ഒരു ഷീറ്റിന്റെ പകുതിയോ എന്തുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നൊരു ഐഡിയയിൽ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അപ്പൊ ഇത്രയും ആവുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി വലുതാക്കി ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ മെറ്റീരിയൽസ് ഇല്ലാത്തതിനെ കൊണ്ട് കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി വലുതാക്കി ഉണ്ടാക്കാം. പിന്നെ ടോപ്പ് ഇങ്ങനെ ഇവിടെ വരെ ഉണ്ടാക്കാം. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് വേണം ഉണ്ടാക്കാം. അപ്പൊ ഈ ക്രിസ്മസ് അപ്പനെ വാങ്ങിയതാട്ടോ, ഞാൻ ഉണ്ടാക്കിയതൊന്നല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാനാണ് നോക്കാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ, റൈറ്റ് നെക്സ്റ്റ് വീഡിയോ അല്ല, മേ ബി നെക്സ്റ്റ് ഫ്രൈഡേ ഉള്ള വീഡിയോയിൽ ഞാൻ ഇതിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ട്യൂട്ടോറിയൽസ് ആയിട്ട് ചെയ്തിടാം. എന്തൊക്കെയാണ് ഇതിന്റെ മുകളിൽ തൂക്കാൻ പറ്റുന്നതെന്നൊക്കെ നോക്കട്ടെ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ബേസാണ്. അപ്പം ഇത് ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടേബിൾ ഉണ്ടാക്കില്ലേ, നമ്മൾ ആർട്ട് സ്റ്റുഡിയോൻ്റെ ആർട്ട് കോർണറിൻ്റെ വീഡിയോയിൽ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ടേബിൾ സെറ്റ് ചെയ്തതിൻ്റെ ബാക്കി പീസാണ്, പ്ലൈവുഡിൻ്റെ ചെറിയ കഷ്ണം ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒരു സ്ക്രൂ കയറ്റിയതാണ് ഉള്ളിലേക്ക്. അപ്പുറത്ത് മുകളിലേക്ക് കുറച്ച് അധികം സ്ക്രൂവിൻ്റെ ഇത് പുറത്തേക്ക് നിൽക്കുന്ന പോലെ അടിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റിയതാണ് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിന് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാമറും ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇത് ഡാഡീൻ്റെ ടൂൾ കിറ്റിനകത്തുനിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. രാത്രി പരിപാടി എന്നെക്കൊണ്ട് ഡാഡി ഉറങ്ങിയപ്പോൾ പിന്നെ പെർമിഷൻ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ഞാൻ അത് എല്ലാം കൂടെ എടുത്തു അതേപോലെ തന്നെ തിരിച്ചു വെക്കുകയും ചെയ്തു. അപ്പം ഇനി വീഡിയോ പബ്ലിഷ് നമ്മളാണ് മൂപ്പര് അറിയാൻ പോകുന്നത് ഞാനിതൊക്കെ എടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. കുട്ടികളാണ് ഈ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാരൻസിനോട് സഹായം ചോദിക്കുക. സെൽഫായിട്ട് ഇത് ചെയ്യാൻ നിന്നിട്ട് കയ്യും കാലൊന്നും മുറിക്കരുത് പ്ലീസ്, നിങ്ങളോട് പ്രത്യേകം പറയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്റ്റെമ്മായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാമ്പു ഇല്ലേ, നമ്മളെ കായലോ മുളയോ അതിൻ്റെ ചെറിയ ഇല്ലി പോലത്തെ കൊമ്പുകളുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിയുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, കുട്ടികളാണെങ്കിൽ ഇത് ട്രൈ ചെയ്യരുത്, നിങ്ങളെ വീട്ടുകാരെ സഹായത്തിന് വിളിക്കുക. ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഇതന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കാർഡ്ബോർഡിനെ ഇങ്ങനെ റോളാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഒന്നെങ്കിൽ കാർഡ്ബോർഡിനെ റോളാക്കുക, അല്ലെങ്കിൽ ഇതേപോലെ റോളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ഇനി ഇതിന് ബേസിൽ കുറച്ച് എന്താ പറയുക, ഇത് കണ്ടിട്ടില്ലേ, കുറച്ച് ഹോളോ ആയിട്ടാണ് ബാമ്പു ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓൾറെഡി പുറത്തേക്ക് പ്രൊട്രൂഡിങ് ആയിട്ടല്ലേ നമ്മൾ ആ സ്ക്രൂ നിൽക്കുന്നത്. അപ്പോൾ ആ സ്ക്രൂവിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കയറിക്കോളും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എടുക്കുന്നതിന് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് നല്ല എന്താ സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. പക്ഷേ കുറച്ച് പ്രഷർ എടുക്കണം, നമ്മൾ വെറുതെ തിരിച്ചാവില്ല. പക്ഷെ നല്ല ശക്തി ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ കയറുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളത് അതിനെ അവിടെ കറക്റ്റ് ഫിറ്റാക്കി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂവും ഇതിൻ്റെ തിക്നെസ്സും കറക്റ്റ് അതിനെക്കൊണ്ടാണ് അത് സ്മൂത്ത് ആയിട്ട് കയറുന്നത്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി താഴെ ജസ്റ്റ് ആ ജംഗ്ഷനിൽ നമ്മൾ ജൂട്ടിനെ കൊണ്ട് നമ്മൾ ഒരു ബോട്ടിൽ ആർട്ട് കിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ആവശ്യം വന്നപ്പോൾ ഇതിനടുത്തേക്ക് എടുത്തുന്നേ ഉള്ളൂ. ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്ത ജൂട്ടാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഗ്ലൂ ഒന്നും യൂസ് ചെയ്യില്ല, വെറുതെ ടൈ ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ 10ോ 8ോ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. സൗദി പഠിക്കുമ്പോൾ അവിടെ എന്തോ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്.
അപ്പം ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. ഇപ്പോഴും ഞാൻ ഫോട്ടോന്ന് രണ്ടുപേരും എടുത്ത് നോക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് നമ്മളെ ഈ റോളില്ലേ ഇങ്ങനെ തിളങ്ങുന്ന സൈസ് സ്പാർക്കിൾ ചെയ്യുന്ന നമ്മൾ ഹാങ് ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമാണ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിനകത്ത് മറ്റേ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയതാട്ടോ. അതുകൊണ്ട് അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് അപ്പിയറൻസിൽ താഴത്തെ ആ ബോ ഒക്കെ ഉണ്ടാക്കിയതാണ്. ആ കേക്ക് ഒറിജിനൽ അല്ല, ആ കേക്ക് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കോട്ടൺ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ സിറിഞ്ചിനകത്ത് ക്ലേ നിറച്ചിട്ട് എഴുതിയതാണ് അതിനകത്തൊക്കെ. ബാക്കിലുള്ള ഗിഫ്റ്റ് റാപ്പ് ഒന്നും ഒറിജിനൽ അല്ല, അതൊക്കെ ഏതൊക്കെയോ ബോക്സും സാധനങ്ങളൊക്കെ ആട്ടോ. അപ്പം ഇത് അന്ന് ആ സ്കൂളിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ സാധനങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇതൊക്കെ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇവിടേക്ക് എന്തായാലും കൊണ്ടുവന്നില്ല, സൗദിയിലായിരുന്നു. പക്ഷെ പിന്നെ അത് എന്ത് ചെയ്തു എന്ന് എനിക്കൊരു ഓർമ്മയില്ല. പക്ഷെ അപ്പം ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ട്രീ. ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കുന്ന മിനി ക്രിസ്മസ് ട്രീ ആണ്. കാരണം എനിക്ക് തീരെ മെറ്റീരിയൽ ഉണ്ടായില്ല. ഞാൻ തീരെ വിചാരിച്ചതല്ല ഇതിങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു ഐഡിയ മുൻകൂട്ടി ഉണ്ടായിരുന്നു ഞാൻ എവിടെയും പോകുമ്പോൾ വാങ്ങി വെച്ചേനെ. പക്ഷേ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ നിങ്ങൾക്ക് എന്തായാലും വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഇതിൽ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇത് ക്രേ പേപ്പർ, ഞാൻ ഇതിന് ക്രേ പേപ്പർ എന്നാട്ടോ പറയില്ല, അവിടെ ക്രേ പേപ്പർ എന്നാണ് ചന്ദ്രന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ഇവിടുന്ന് വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറേ എന്തൊക്കെയോ പറഞ്ഞ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ചേട്ടൻ എടുത്തു തന്നെ. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് 15 റുപ്പീസാണ് ഒരു ഷീറ്റിന്. ഇനി കുറച്ചുകൂടി വലുതിന് എനിക്കൊന്ന് 30 റുപ്പീസും കൂടി അത്രയൊക്കെ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് കേട്ടോ. അപ്പം ഇത് ഓൾറെഡി യൂസ് ചെയ്തത് ഇതിൻ്റെ പകുതി ഭാഗമേ ഇപ്പോൾ ഉള്ളൂ, ആകെ ഈ ഒരു ഇത്ര ഭാഗമേ ബാക്കിയുള്ളൂ. ഇത് പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ടേപ്പില്ലേ, നമ്മൾ സ്റ്റെമ്മൊക്കെ റോൾ ചെയ്യുന്ന ആ ഒരു ടേപ്പുമാണ് നമുക്ക് വേറെ 2 സാധനം വേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ആദ്യം വർക്കൗട്ട് ആവുമോ എന്ന് പേപ്പറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഈ പേപ്പറിൻ്റെ 2 സൈഡ് നമ്മളൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്യുക. സ്ട്രിപ്പിന് പെർട്ടിക്കുലർ സൈസൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം മെറ്റീരിയൽ ഉണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഭയങ്കര ചെറുതായി പോകേണ്ട, ഒരു 4 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലെടുക്കുക. ഓക്കെ, കുറച്ചൊരു വീതി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൂടെ എൻ്റെ വിരലിൻ്റെ ആ ഒരു ഇതിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ആ ഒരു രീതിക്ക് തന്നെ നിങ്ങളെല്ലാം എടുക്കുക. ഇപ്പോൾ എനിക്കിവിടെ മെറ്റീരിയൽ ഭയങ്കര ഷോർട്ട് ആയതിനെക്കൊണ്ടാണ് ഞാൻ കുറച്ച് ചില സ്ഥലത്ത് പിശിക്കിയിട്ടുണ്ട്, അത് കാണാനും ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. നമുക്ക് വെട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ കത്രിക വെച്ചിട്ട് 2 സൈഡും ഇങ്ങനെ സ്ട്രിപ്പ് പോലെ വെട്ടിയെടുക്കുക. എന്ന് വെച്ചാൽ ഫുൾ വെട്ടിയിട്ട് അത് അപ്പുറത്തേക്ക് എത്തിപ്പോരുത്, ജസ്റ്റ് വക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമോ, അതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എത്ര തിന്നായിട്ട് കട്ട് ചെയ്യുന്നോ അത്രയും എന്താ പറയുക ഒരു ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ചില സ്ഥലത്ത് കുറച്ച് സ്പീഡ് കൂടിയിട്ട് കുറച്ച് വലുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലുതാക്കേണ്ട, കുറച്ച് നൈസായിട്ട് നല്ല തിന്നായിട്ട് വെട്ടിയെടുത്തോ. തിന്നായിട്ട് വെട്ടുമ്പം കീറി പോകാണ്ട് നോക്കണേ. നല്ല തിന്നായിട്ട് നീറ്റായിട്ട് യൂണിഫോമായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിട്ട് ചെയ്തതിനെ കൊണ്ട് എനിക്ക് പിന്നെ ചെയ്ത് കഴിഞ്ഞാലാണ് കത്തിയത്. അത് കുറച്ചും കൂടി നല്ല തിന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായേനെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനോട് ഫുൾ ഡെക്കറേഷൻസ് ഒക്കെ വരുമ്പോൾ അതങ്ങനെ അറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ 2 സൈഡും ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്യുക. ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പോരുത് കേട്ടോ. ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡിലേക്ക് എത്തിപ്പോരുത്. ജസ്റ്റ് ആ ഒരു എന്താ പറയുക കുറച്ചിങ്ങനെ കട്ടിങ് ഉള്ള പോലെ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അത് നൂർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ, അത് ഒറ്റ സ്ട്രിപ്പായിട്ട് തന്നെയല്ലേ ഉള്ളൂ മൊത്തത്തിൽ നമ്മൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം. ഇനി മെറ്റൽ വയർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് എന്തിനുണ്ടാക്കുന്നതാണെന്നറിയോ, ഇത് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റൽ വയറാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റൽ വയർ എടുക്കുക. കുറച്ച് സ്റ്റിഫായി നിൽക്കുന്നത് വേണം കേട്ടോ. പക്ഷേ നമുക്ക് വേണ്ട രീതിക്ക് ബെൻഡ് ആവുന്നതും വേണം. ഇനിയിപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന മെറ്റൽ വയർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ച് ജസ്റ്റ് കോർത്തെടുക്കുക. അങ്ങോട്ട് വീവ് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി എടുക്കുക. സിഗ്സാഗ് ആയിട്ട് കയറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ താഴെ മുകളിലായിട്ട് ഫുള്ള് ഒരു വയറിനകത്തേക്ക് കയറ്റിയെടുക്കാം. ഇത് ഭയങ്കര കുഞ്ഞിതായതിനെക്കൊണ്ട് ഞാൻ ആദ്യത്തെ ലെങ്ത് എടുത്തത് 21 സെൻറ്റിമീറ്ററാണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇട്ടോ. ഇതിനകത്ത് മൈൻഡ് ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് ഓൾമോസ്റ്റ് 21 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വലുതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 30 വെച്ച് തുടങ്ങിയാലും അതിൻ്റെ മുകളിലേക്ക് പോയാൽ മതി കേട്ടോ. ഞാൻ ഏറ്റവും ലാർജസ്റ്റ് എടുത്തത് 21 സെൻറ്റിമീറ്റർ. പിന്നെ അവിടുന്ന് ഇങ്ങനെ ചെറുതായി വന്നതാണ്. ഇനി നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ആ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് വൈൻഡ് ചെയ്യുക.
അതേപോലെ നമ്മൾ മെറ്റലിനകത്തേക്ക് പേപ്പർ കയറ്റി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു എഡ്ജിനെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കയറ്റി കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേപ്പർ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എൻഡ് ജസ്റ്റ് ഒരു നോട്ട് പോലെ ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മതി, ഒരു ഫോൾഡ് ഉണ്ടാക്കിയാൽ മതി, ഒരു ലൂപ്പ് ഉണ്ടാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. കാരണം ഇപ്പോൾ ഇതുണ്ട്, ഇതിനകത്തേക്ക് ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജും അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് എഡ്ജിൽ നോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പേപ്പർ പുറത്തേക്ക് ഉരിപ്പോരും. അപ്പോൾ അതുകൊണ്ടൊരു നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റെമ്മിലേക്ക് അത് കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേപ്പ് ചുറ്റുന്നത് കേട്ടോ. മറ്റേത് ഭയങ്കര സ്മൂത്ത് അല്ലേ, അപ്പം നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ടേപ്പ് ചുറ്റിയിട്ട് ഇത് വൈൻഡ് ചെയ്തു അതിനകത്ത് ആ സ്റ്റെമ്മിൻ്റെ മുകളിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഈ ടേപ്പ് വെച്ചിട്ട് ആ മെറ്റൽ വയർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടി റോൾ ചെയ്യാം. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു റൗണ്ടിൽ 8 എണ്ണമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ബുഷിയായിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ മെറ്റീരിയൽ ഇല്ലാത്തതിനെ കൊണ്ട് 8 എണ്ണത്തിൽ നിർത്തി. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട താഴത്തെ, നമ്മൾ നേരത്തെ 21 സെൻറ്റിമീറ്റർ എടുത്ത് അപ്പം അതിൻ്റെ ജസ്റ്റ് തൊട്ട താഴത്തെ സൈസ് എടുക്കുക. കാരണം ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ടില്ലേ നമുക്ക് കയറ്റി കൊണ്ടുവരണ്ടേ. അപ്പം മുകളിലേക്ക് പോകുന്നതനുസരിച്ച് തൊട്ട താഴത്തെ സൈസ് എടുക്കുക. താഴെ റിപ്പീറ്റ് ചെയ്ത് സെയിം സംഭവം മുകളിലേക്ക് റിപ്പീറ്റ് ചെയ്യുക. താഴത്തെ ചെയ്യുന്ന വീഡിയോ എടുക്കാനെന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് സക്സസ് ആവോ ഇല്ലയോ, പൊളിഞ്ഞ് വീഴുമോന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇനി സെക്കൻഡ് ലെയർ ഇത് ചെയ്യുന്നത് കണ്ടോ, ഒന്ന് ഫിറ്റ് ചെയ്തു, രണ്ടാമത്തെ ഫിറ്റ് ചെയ്തു, എന്നിട്ട് റാപ്പ് ചെയ്തു. ഇതേപോലെ അങ്ങനെ 8 എണ്ണം വെച്ചതിന് ശേഷം ഫുള്ള് റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. എൻ്റെ ഇതിൽ ഞാൻ എനിക്ക് തോന്നുന്നു 5 ലെയറാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു 6ാമത്തെ ലെയർ ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എൻഡ് ആയെന്നുള്ള രീതിക്ക് ഭയങ്കര കുഞ്ഞിതാണ്. അപ്പം ഞാൻ ടോട്ടലി എടുത്ത ബാമ്പുവിൻ്റെ പീസ് ആവശ്യം വന്നില്ല, കുറച്ചൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു അവസാനമായപ്പോഴേക്ക്. പിന്നെ കുറച്ച് സ്പേസ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റാർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതല്ലാണ്ട് കറക്റ്റ് എന്താ മെറ്റീരിയൽ എന്തായാലും ഞാൻ വിചാരിച്ച സാധനം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം കറക്റ്റ് വന്നിട്ടാണ് തീർന്നത്. ഞാൻ വിചാരിച്ചു മുകളിലേക്ക് എത്തില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പകുതിയൊക്കെ ആയപ്പം. പിന്നെ രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ്, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിക്ക്. അപ്പം എന്താ ഓൾമോസ്റ്റ് നമ്മൾ മുകളിലെത്തി. ഇനി മുകൾ ഭാഗം കൂടി നമുക്ക് ചെയ്യാം. താഴേക്കും കൂടി ഉണ്ടായിരുന്ന കുറച്ചും കൂടി രസം ഉണ്ടാവുമായിരുന്നു കേട്ടോ. കാരണം ശരിക്കും ആ ട്രയാങ്കിൾ ഷേപ്പ് ആകുമ്പം നോർമലി ക്രിസ്മസ് ട്രീ അങ്ങനെ പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടി താഴെ നിന്ന് മുകളിലേക്കുള്ളതിനോട് ഭയങ്കര താല്പര്യമാണ്. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാമ്പു ഇങ്ങനെ വെച്ചത് ഞാൻ ബാമ്പു ആണ് വെച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാല് പോലെ കാണുന്നത് നല്ലതാണ്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടി ഉള്ളിൽ എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു താഴെ എത്തിക്കണം എന്നുള്ളത്. ഞാൻ എന്തായാലും കുറച്ച് എവിടെ പുറത്ത് പോവുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ കാണുകയാണെങ്കിൽ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്യട്ടോ താഴോട്ട്. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇതിൽ നിർത്തിയെന്നുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ ഇതെന്ന് പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ ഓൾറെഡി ആദ്യം ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് റാപ്പില്ലേ, അതിൻ്റെ സെൻറ്ററിലുള്ള റോളുണ്ട്, കാർഡ്ബോർഡിൻ്റെ കുറച്ച് തിക്കായിട്ടുള്ള റോള്. അതാണ് ഞാൻ അതിന് യൂസ് ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം. പക്ഷേ അത് ഭയങ്കര സെൻറ്റർ ഭയങ്കര തിക്കായി നിൽക്കും. വേറെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ എനിക്ക് മെറ്റീരിയൽ കുറവായതിനെ കൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് പിന്നെ നടുവിൽ തിന്നു പോയിട്ടുള്ള സ്റ്റിക്കായതിനെ കൊണ്ട്, അല്ലെങ്കിൽ ശരിക്കും എന്താ പറയുക അതിൻ്റെ ഒരു മരത്തിൻ്റെ നടുവുള്ള പോലെ നിൽക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഭയങ്കര കൺജസ്റ്റഡ് ആക്കാൻ. അപ്പം നിങ്ങൾ കുറച്ച് തിക്കായിട്ടുള്ള റോളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ കൺജസ്റ്റഡ് ആക്കുക, വെച്ചാൽ ഫുള്ള് ഫ്ലഫി ആക്കുക. വെച്ചാൽ ഇപ്പോൾ 8 എണ്ണല്ലേ നമ്മൾ 8 എണ്ണത്തിന് പകരം 16 എണ്ണം വെക്കുക. വെച്ചാൽ ഫുള്ള് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ഉള്ളിലേക്ക് കാണാത്ത രീതിക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാധിക്കില്ല. വെച്ചാൽ ഉള്ളിൽ എന്താ വെച്ചതെന്ന് കാണൂല്ല, നല്ല ബുഷിയായിരിക്കും, ശരിക്കും ഒരു മരം നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പം നമ്മളെ ക്രിസ്മസ് ട്രീ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 1 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കി എനിക്ക് അനങ്ങാൻ വയ്യ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത് നിർത്തി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ നിർത്തിയിട്ട് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ബാക്കി ഡെക്കറേഷൻസിൻ്റെ കാര്യമൊക്കെ പ്ലാൻ ചെയ്ത് ഡെക്കറേഷൻസിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.